ഹലോ എവ്രി വൺ, എല്ലാവർക്കും സുഖമല്ലേ? ഇയർ എൻഡൊക്കെ ആയി കുറേ സെയിൽ നടക്കുന്നുണ്ട് എല്ലായിടത്തും. അങ്ങനെ ഞാനും കുറച്ച് ബ്ലാക്ക് ഫ്രൈഡേ, വൈറ്റ് ഫ്രൈഡേ അങ്ങനെ കുറച്ച് സെയിലൊക്കെ ഉണ്ടായിരുന്നു. ആമസോണിൽ നിന്ന് കുറച്ച് ഐറ്റംസ് വാങ്ങി. ഞാൻ കുറേ ആയിട്ട് നോക്കുന്നതായിരുന്നു അതിൽ ഈ പ്രോഡക്റ്റ് ലോഡ്ജിൻ്റെ ഗ്രിഡിൽ പാന്. അപ്പം ആമസോണിൽ സെയിൽ കണ്ട് നല്ല ഡീലായിരുന്നു. അത് നോർമലി 120, 135 ആ ഒരു റേഞ്ചിലാണ് എപ്പോഴും കാണാറ് ലിസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ എനിക്കൊരു 82ഓ 83ഓ അങ്ങനെ സെയിലിൽ കിട്ടി. കാരണം നല്ലൊരു ഡീൽ തന്നെയായിരുന്നു. 10.5 ഇഞ്ച് ഭയങ്കര ഹെവി വെയിറ്റ് ഒന്നുമല്ല, കാസ്റ്റ് അയൺ ആണ്. മെയിൻലി ഞാനിപ്പം കാസ്റ്റ് അയണും അതുപോലെ സ്റ്റെയിൻലെസ് സ്റ്റീല് അങ്ങനത്തെ ഐറ്റംസ് മാത്രമാണ് യൂസ് ചെയ്യണത്. നോൺ സ്റ്റിക്ക് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തു. ഓൾറെഡി പ്രീ സീസൺഡ് ആണ്, പക്ഷെ എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് വെള്ളം കൊണ്ട് കഴുകി, പിന്നെ മൈൽഡായിട്ട് ഡിറ്റർജൻറ്റ് എടുത്തിട്ട് കഴുകി. അപ്പം ഞാൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രീ സീസൺഡാണ്. അപ്പം ഞാൻ സ്റ്റിക്ക് ചെയ്യുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പം മെയിൻലി നോൺ സ്റ്റിക്ക് കാസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ലപോലെ ഡ്രൈ ആക്കിയിട്ട് ഓയിൽ അപ്ലൈ ചെയ്തിട്ട് വേണം അത് വെക്കാൻ. മെയിൻ്റനൻസ് ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്, അല്ലെങ്കിൽ അത് പെട്ടെന്ന് റസ്റ്റ് ആവും. മുകളിലും താഴെയായിട്ട് നല്ലപോലെ ഡ്രൈ ആക്കിയിട്ട് രണ്ട് സൈഡിലും ഓയിൽ അപ്ലൈ ചെയ്യണം. ഞാനിപ്പോൾ ഇത് ഫസ്റ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് ഓയിൽ ഇട്ടിട്ട് ആദ്യം തന്നെ ഫുൾ കഴുകിയിട്ട് ഡ്രൈ ആക്കി തുടച്ചെടുത്തു. ടിഷ്യൂലോ അല്ലെങ്കിൽ നല്ല ക്ലീൻ ക്ലോത്ത് എടുത്തിട്ട് തുടയ്ക്കുക. എന്നിട്ട് നമ്മൾ ഓയിലിട്ട് കൊടുത്താൽ മതി. ഓയിലിട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഹീറ്റാക്കുക. ഹീറ്റാക്കുമ്പം എന്നിട്ട് അത് ഞാൻ ദോശ ഉണ്ടാക്കാൻ വേണ്ടി ട്രൈ ചെയ്ത് നോക്കിയതാണ്, സ്റ്റിക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ നോക്കിയത്. അപ്പം ഞാൻ നോൺ സ്റ്റിക്ക് യൂസ് ചെയ്യുന്നില്ല. അപ്പം നമുക്ക് നോൺ സ്റ്റിക്ക് പോലെ യൂസ് ചെയ്യാൻ പറ്റിയൊരു സാധനമാണ് കാസ്റ്റ് അയണിൻ്റെ പ്രോഡക്റ്റ്സ്. അപ്പം ഇത് നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ദോശ തവ. അപ്പം ഈ ഒരു പ്രൈസിന് ഇത് നല്ലൊരു ഡീലാണ്. കാരണം നമ്മൾ നാട്ടിലൊക്കെ ഇതുപോലത്തെ ഉള്ളത് എനിക്കൊന്ന് മേയറിൻ്റെ ഒക്കെയാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഡിസൈനിലൊക്കെ ഉള്ളത്. അതിന് തന്നെ 2,000-2,500 ഒക്കെ വരുന്നുണ്ട്. അപ്പം ഈ ഒരു 83 എന്ന് പറയുന്നത് നല്ലൊരു ഡീൽ തന്നെയല്ലേ. പിന്നെ മെയിൻ പ്രോബ്ലം എന്ന് വെച്ചാൽ ഞാനിതുപോലെ നൂണിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതേപോലെ 110 അങ്ങനെ എന്തോ ഈ സെയിം ഗ്രിഡിൽ അഡ്വർടൈസ് ചെയ്ത സെയിം ലോഡ്ജ് ആയിരുന്നു. പക്ഷേ എനിക്ക് കിട്ടിയത് പക്ക ഒരു നോൺ ബ്രാൻഡഡ് ചൈന പ്രോഡക്റ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങളെപ്പോഴും ഓതൻറ്റിക് സെല്ലറാണോ നോക്കുക. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയത് ഒരു കാട്ടു ഗൾഫ് എന്ന് പറഞ്ഞൊരു, ഞാൻ താഴെ കൊടുക്കുക ലിങ്ക്, ഒരു സെല്ലറായിരുന്നു. അവർ ഓതറൈസ്ഡ് ഡീലേഴ്സാണ് ലോഡ്ജിൻ്റെ. അപ്പം ആദ്യം എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, ആദ്യം നൂണിന്ന് വാങ്ങിയ പോലെ പെടുമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഒറിജിനലായിരുന്നു. ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നതുകൊണ്ട് ഞാനൊരു അണിയനെ എടുത്തിട്ടും കൂടി ഓയിൽ ഇതാക്കി ഒന്ന് ജസ്റ്റ് നന്നായിട്ട് നോൺ സ്റ്റിക്കിൻ്റെ ഒരു എഫക്റ്റ് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ഫസ്റ്റ് ടൈം ദോശൻ്റെ ബാറ്റർ പോർ ചെയ്തപ്പോൾ ചെറുതായിട്ടൊരു സ്റ്റിക്കിനെസ് ഉണ്ടായുള്ളൂ. പക്ഷേ പിന്നെ സെക്കൻഡ് തേർഡൊക്കെ ആയപ്പോഴത്തേന് നല്ല പോലെ അത് അതിന് വിട്ട് വരാൻ തുടങ്ങി. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായില്ല. ഇത് ഞാൻ കുറേ കാലമായിട്ട് ഇങ്ങനെ കാട്ടിൽ ഇട്ട് ഇങ്ങനെ നോക്കും. അപ്പം ഈ ഒരു സമയത്ത് വൈറ്റ് ഫ്രൈഡേ വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഓഫർ കഴിഞ്ഞു എന്ന് തോന്നുന്നു കേട്ടോ. ഇനി ഡിസംബർ എൻ്റെ ഉണ്ട് വൈറ്റ് ഫ്രൈഡേൻ്റെ ഡീൽ നവംബർ 30th വരെ ആമസോണിലും എല്ലായിടത്തും സെയിലുണ്ടായിരുന്നല്ലോ, അതിലാണ് ഞാൻ വാങ്ങിയത് ഇത്. അപ്പം ഇത് ഒരു പ്രോഡക്റ്റ്, കാരണം ലോഡ്ജിൻ്റെ അറിയാമല്ലോ USA മെയ്ഡാണ്, നല്ല ബ്രാൻഡാണ്, അതുപോലെ നല്ല ലാസ്റ്റ് ചെയ്യും. അത് നമ്മൾ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ. ഞാൻ മിക്കവാറും എല്ലാം ഇങ്ങനത്തെ ഈ സ്റ്റീലും കാസ്റ്റ് അയണും പിന്നെ കൂടിപ്പോയാൽ ഗ്രാനൈറ്റിൻ്റെ കുറച്ച് ഫ്രൈ പാനും അങ്ങനത്തെ ഒക്കെ യൂസ് ചെയ്യും. നോൺ സ്റ്റിക്ക് കംപ്ലീറ്റ്ലി ഒഴിവാക്കിയ കാരണം ഇങ്ങനത്തെയൊക്കെയാണ് ഇതാക്കി. പക്ഷെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ നല്ലപോലെ നമുക്ക് ഒരുപാട് ഇയേഴ്സ് ലാസ്റ്റ് ചെയ്യുന്നതാണ് കാസ്റ്റ് അയൺ. എൻ്റെ അടുത്ത് സ്കില്ലറ്റ് ഉണ്ട്, അതുപോലെ കടായി അങ്ങനത്തെ ഒക്കെ സാധനങ്ങളുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും, ഞാൻ സെക്കൻഡ് തേർഡ് ടൈമൊക്കെ ചെയ്തപ്പം അത് നല്ല ഓൾറെഡി പ്രീ സീസൺഡ് ആണല്ലോ. പിന്നെ നമ്മളത് അതിനനുസരിച്ച് മെയിൻറ്റെയിൻ ചെയ്ത് കൊടുത്താൽ മതി. എന്നാൽ പിന്നെ ആ തുരുമ്പൊന്നും വരില്ല. അതാണ് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാസ്റ്റ് അയണിലുള്ളത്. അപ്പം വാങ്ങിക്കുമ്പം എയ്സിൽ അതുപോലെ സ്റ്റോറിലൊക്കെ കിട്ടും ഒറിജിനൽ പ്രോഡക്റ്റ്. പക്ഷേ അവിടെയൊക്കെ 140 ആ റേഞ്ചൊക്കെ ഉണ്ടാവും. അപ്പോൾ ഓൺലൈനിൽ വാങ്ങിക്കുമ്പം സെല്ലർ ഓതൻറ്റിക് സെല്ലറാണ്, റിവ്യൂ നോക്കുക എന്നിട്ട് വാങ്ങിക്കുക. ഞാൻ മെയിൻലി കാസ്റ്റ് അയണും സ്റ്റെയിൻലെസ് സ്റ്റീലൊക്കെ ആണെന്ന് പറഞ്ഞില്ല. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഡീല് വരുന്നത് ഞാനിങ്ങനെ കാട്ടിൽ നേരത്തെ ഇട്ട് വെക്കുക ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ആമസോൺ എന്തെങ്കിലും നല്ല നല്ല ഓഫേഴ്സ് വരികയാണെങ്കിൽ അപ്പോൾ വാങ്ങിക്കും. അതുപോലെ ഒരു പ്രോഡക്റ്റാണ് വിനോദിൻ്റെ ട്രൈപ്ലൈ സ്റ്റെയിൻലെസ് സ്റ്റീല് കടായി. ഇത് 3 ലെയേഴ്സാണ്. ഫസ്റ്റ് ലെയർ ഫുഡ് ഗ്രേഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ, സെക്കൻഡ് അലുമിനിയം, അത് ഈവൻലി ഹീറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി, തേർഡ് പിന്നെ നമ്മൾ ഇൻഡക്ഷൻ ഫ്രണ്ട്ലി ആക്കാൻ വേണ്ടി സ്റ്റീൽ തന്നെ. അപ്പോൾ നല്ല പ്രോഡക്റ്റാണ്, അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. 24 cm, ഒരു 4 to 5 മെമ്പേഴ്സിന് പറ്റും.
ഇതും എനിക്ക് 85 ദിർഹത്തിനാണ് കിട്ടിയത്. നാട്ടിൽ നോക്കുമ്പം ഈ ഒരു സൈസിന് ഒരു 3000 എക്സ്ട്രാ ടിപ്പിന് കുറച്ചും കൂടി വില കൂടുതലാണ്. അങ്ങനെ വാങ്ങിയതാണ് ഞാനിതും. ഇപ്പോൾ ചെറിയ ഒരു 2 മെമ്പേഴ്സൊക്കെ ആണെങ്കിൽ ചെറിയൊരു കടായി സൈസൊക്കെ ആണെങ്കിൽ ഒരു 22 സെൻറ്റിമീറ്ററിൻ്റെ വാങ്ങിയാൽ മതിയാവും. നല്ല ഹെവി സാധനമാണ്. ഞാൻ ട്രൈ ചെയ്ത് നോക്കി. നല്ല പറയാം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്. ഇവിടെ എനിക്ക് തോന്നുന്നു 160 150 ഒക്കെയാണ് നോർമൽ റേഞ്ച് വരിക. വൈറ്റ് ഫ്രൈഡേ ഡീൽ ആയതുകൊണ്ടാണ് ഈ ഒരു പ്രൈസിന് കിട്ടിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്ന് പറയാൻ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.